ചെങ്ങായിമാരെ നമസ്കാരം. നല്ലൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഹൊററും കോമഡിയും മിസ്റ്ററിയും എല്ലാം നിറഞ്ഞ നിരവധി പേരുടെ മികച്ച അഭിപ്രായങ്ങൾ കണ്ട് എന്നെ അടുപ്പിച്ച രസകരമായൊരു പുത്തൻ സീരീസ് വിഡോസ് ബേ. ആദ്യ 2 എപ്പിസോഡുകളിലായി കഥ ഒന്ന് സെറ്റാക്കിയിട്ട് 3-ാം എപ്പിസോഡിലായിട്ട് കഥ പോകുന്ന ഒരു ലെവലുണ്ട്. അതാണ് വേറെ ലെവൽ. കഥയിൽ സീരിയസ്നെസ്സുമുണ്ട്, കോമഡിയുമുണ്ട്, ഈ എല്ലാറ്റിനെയും കൂട്ടിക്കിട്ടുന്ന നിഗൂഢതകളും. അപ്പോൾ ഇതും മനസ്സിൽ വെച്ചുകൊണ്ട് ഒരടിപൊളി എക്സ്പീരിയൻസിനായി ഈ എളിയൻ്റെ വീഡിയോ തട്ടിക്കളയാതെ കാണുമെന്ന പ്രതീക്ഷയിൽ ആരംഭിക്കാൻ പോകണട്ടാ. വിഡോസ് ബേ എന്ന സീരീസിൻ്റെ 1-ാം എപ്പിസോഡ് തുടങ്ങുന്നത് കടലിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതും അർദ്ധരാത്രി സമയം. ഷെപ്പ് ക്ലാർക്ക് എന്ന വയസ്സനായ മനുഷ്യൻ മത്സ്യത്തൊഴിലാളിയാണ്. പുള്ളി തൻ്റെ ട്രോളറിൽ, അതായത് മത്സ്യബന്ധന ബോട്ടിൽ ഇരുന്നുകൊണ്ട് ഹാർബർ മാസ്റ്ററായ ലോണിയുമായി റേഡിയോയിലൂടെ സംസാരിക്കുവാണ്. ഷെപ്പിൻ്റെ മനസ്സാകെ തകർന്നിരിക്കുവാണ്. കാരണം ഈ വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എലൈൻ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ഷെപ്പ് ആ സങ്കടം ലോണിയുടെ പങ്കുവയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ലോണിക്ക് ആ സംസാരത്തിൽ അത്ര താല്പര്യമില്ല. ലോണിയുടെ ശ്രദ്ധ മുഴുവൻ ഷെപ്പിലെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദിശയിലാണ്. പെട്ടെന്നൊരു അലർട്ട് വന്ന് നോക്കുമ്പോൾ കാണാം, റഡാറിൽ ഷെപ്പ് അപകടകരമായ ഏതോ ഭാഗത്തേക്കാണ് ബോട്ട് കൊണ്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്തോ പ്രശ്നമുള്ളൊരു സ്ഥലത്തേക്കാണ് നീങ്ങുന്നത്. അദ്ദേഹം ഷെപ്പിന് താക്കീത് നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉടനെ തന്നെ ഷെപ്പിൻ്റെ ബോർഡിലെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ചില തകരാറുകൾ സംഭവിക്കുന്നു. ലൈറ്റുകൾ മിന്നി മിന്നി കത്താൻ തുടങ്ങി എല്ലാം ഡൗൺ ആവുന്നതും ഈ ഒരു നിമിഷം ഷെപ്പ് വിചിത്രമായൊരു കാഴ്ച കാണുവാണ്. ആകാശത്തിലൂടെ കുറേ കടൽ കാക്കകൾ കൂട്ടമായി എങ്ങോട്ടോ പറക്കുകയാണ്. സാധാരണയായി ആ ഭാഗത്ത് ഇത്രയധികം പക്ഷികളെ കാണാറില്ലെന്ന് മാത്രമല്ല, ഇതിപ്പോൾ രാത്രി കൂടിയാണ്. കൂടറഞ്ഞ പക്ഷികളൊക്കെ ഈ ഇരുട്ടത്ത് ഇങ്ങനെ പറക്കുന്നത് എന്തിനാണ്? എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാൻ ഷെപ്പ് ബോട്ടിൻ്റെ ഡെക്കിലേക്ക് ഇറങ്ങുന്നു. നിമിഷ നേരം കൊണ്ട് പ്രകൃതിയാകെ മാറി കട്ടി കൂടിയൊരു മൂടൽ മഞ്ഞ് അതൊന്ന് ഷെപ്പിനെയും അദ്ദേഹത്തിൻ്റെ ബോട്ടിനെയും പൂർണ്ണമായി വിഴുങ്ങുന്നു. അധികം ദൂരമല്ലാതെ നമ്മളൊരു ദ്വീപ് കാണുകയാണ്. അതാണ് വിഡോസ് ബേ. ഒറ്റപ്പെട്ടതും ജനവാസ മേഖലയുള്ളതുമായ ഒരു ദ്വീപ് നഗരം. ഈ ഒരു സമയം തന്നെ ഐലൻഡിലും സമാനമായ രീതിയിൽ വൈദ്യുതി തടസ്സങ്ങളുണ്ടാകുന്നു. പെട്ടെന്ന് തന്നെ ആ പ്രദേശം മുഴുവൻ ഇരുട്ടിലാകുന്ന ഒരു ആകസ്മിക സാഹചര്യത്തിന് പിന്നാലെ അതിശക്തമായൊരു ഭൂകമ്പവും. ഈ കുലുക്കം കേട്ടാണ് നമ്മുടെ കഥാനായകൻ, ടൗണിലെ മേയറായ ടോം ലോഫ്റ്റിസ്, ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ നേരെ തൻ്റെ മകൻ ഇവാൻ്റെ റൂമിലേക്ക് ഓടിയെത്തി വിളിച്ച് അവൻ സുരക്ഷിതനാണോ എന്ന് നോക്കാൻ ചെല്ലുമ്പോൾ എന്നാൽ അവൻ അവിടെയില്ല. പേടിക്കണ്ട, ഇവാൻ എന്നവൻ ആ സമയത്ത് തന്ത അറിയാതെ വീട്ടിൽ നിന്ന് ചാടി അവൻ്റെ കൂട്ടുകാരുമായി പുറത്ത് കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ യോമാർക്ക് ഇതൊക്കെ എന്താ നടക്കുന്നതെന്നുള്ളൊരു ട്രാൻസ് അവസ്ഥയിലായതുകൊണ്ട് വലിയ പേടിയൊന്നും വരുന്നതുമില്ല. ഭൂകമ്പത്തിൻ്റെ കാരണം കൊണ്ടാണ് വൈദ്യുതി പോയതും പക്ഷികൾ പറന്നതും എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഷെപ്പിൻ്റെ ബോർഡിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഇലക്ട്രിക്കൽ മാറ്റങ്ങളും ആ മൂടൽ മഞ്ഞും എന്തിനു വേണ്ടിയായിരുന്നു? അതൊരു വലിയ രഹസ്യമായി അവശേഷിക്കുന്നു. ഭൂകമ്പം നടന്നതിൻ്റെ അടുത്ത ദിവസം രാവിലെ തന്നെ മേയർ ടോം ലോഫ്റ്റിസ് തൻ്റെ ഓഫീസിലേക്ക് എത്തുന്നു. ഈ ലോഫ്റ്റിസിനെ നോക്കിയാൽ പുള്ളി നമ്മുടെ ഫഹദ് ഫാസിലിനെ പോലൊരു ടൈപ്പാണ്. ആളത്യാവശ്യം പ്രായം തോന്നിക്കുന്നെങ്കിലും ഹൈപ്പർ ആക്റ്റീവാണ്. ചാട്ടവും മോട്ടവും ഒന്നൊരു പ്രശ്നമല്ല പുള്ളിക്ക്. വേഴ്സറ്റൈൽ, ഫ്ലെക്സിബിൾ, നടത്തം വരെ ഫഹദ് ഫാസിലിനെ പോലെ ഫാസ്റ്റായിട്ടാണ്. നിങ്ങൾക്കൊരു ഏകദേശം ധാരണ വരാൻ വേണ്ടി ഇങ്ങനെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. മാമനോടൊന്നും തോന്നല്ലേ? അപ്പോൾ ഓഫീസിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് പട്രീഷ്യ പറയുന്നത് വൈദ്യുതി പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. മിച്ച് എന്ന പേരുള്ള ഒരാളുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ തകരാറിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ അറിയാൻ ലോഫ്റ്റിസ് തൻ്റെ മറ്റൊരു അസിസ്റ്റൻ്റായ റോസ്മേരിയോട് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ 2 അസിസ്റ്റൻ്റായ പട്രീഷ്യയും റോസ്മേരിയും. കാര്യങ്ങൾ ഉടൻ ശരിയാകുമെന്ന് മിച്ച് ഉറപ്പ് നൽകിയിട്ടുള്ളതായി റോസ്മേരി പറയുന്നുണ്ടെങ്കിലും ആ ഉടൻ എപ്പോഴാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു നിശ്ചയവുമില്ല. അതിനിടയിൽ റോസ്മേരി മറ്റൊരു വാർത്ത കൂടി അറിയിക്കുന്നു. നഗരത്തിലെ പ്രധാന റെസ്റ്റോറൻ്റായ ദ സാൾട്ടി വെയിൽ, അഥവാ ഉപ്പ് രസമുള്ള തിമിംഗലം, അതിൻ്റെ ഉടമയായ വെയിൻ ഇന്നത്തെ ദിവസം അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്നത് ലോഫ്റ്റിസ് പരിഭ്രമിക്കുന്നു. അദ്ദേഹം ഉടനെ തന്നെ വെയിനെ ഫോണിൽ വിളിച്ചിട്ട് റെസ്റ്റോറൻറ്റ് അടയ്ക്കരുത് എന്ന് നിർബന്ധിക്കുകയാണ്. വെറുമൊരു ഭൂകമ്പത്തിൻ്റെയും കറണ്ട് പോയതിൻ്റെയും പേരിൽ ബിസിനസ് നിർത്തരുത് എന്നാണ് ലോഫ്റ്റിസിൻ്റെ വാദം. യഥാർത്ഥത്തിൽ ഈ ലോഫ്റ്റിസിന് മറ്റൊരു ലക്ഷ്യമുണ്ട്. ന്യൂയോർക്ക് ടൈംസിൽ നിന്ന് ഒരു റിപ്പോർട്ടർ വിഡോസ് ബേയെക്കുറിച്ചൊരു ലേഖനം എഴുതാൻ വരുന്നുണ്ട്. ആ റിപ്പോർട്ടറെ കൊണ്ടുപോയി സൽക്കരിക്കാൻ പറ്റിയ നഗരത്തിലുള്ള ഏക നല്ല റെസ്റ്റോറൻറ്റ് സാൾട്ടി വെയിലാണ്. നിലവിൽ ഈ ദ്വീപിലെ ബിസിനസ് മോശമായതുകൊണ്ട് ഈ റിപ്പോർട്ടർ നല്ലൊരു ലേഖനം എഴുതിയാൽ മാത്രമേ കൂടുതൽ സഞ്ചാരികൾ ഇങ്ങോട്ട് വരൂ എന്നും നഗരത്തിൻ്റെ ഗതി മാറൂ എന്ന് ലോഫ്റ്റിസ് വിശ്വസിക്കുന്നു. മനസ്സിലായല്ലോ, ഇതൊരു ടൂറിസം ആശ്രിതമായ നഗരമാണ്. ഈ തിരക്കിനിടയിൽ റൂത്ത് എന്ന മേയറുടെ അസിസ്റ്റന്റ് വന്നിട്ട് ചില അപ്ഡേറ്റുകൾ കൂടി പറയുന്നു. ഇന്ന് നടക്കാനിരുന്ന റോട്ടറി ക്ലബിൻ്റെ ലഞ്ച് മീറ്റിംഗ് മാറ്റിവെച്ചിരിക്കുകയാണ്. കൂടാതെ ഷെരീഫ് ബെച്ചറും വിഗ് ക്രോഫോർഡും മേയറെ അന്വേഷിച്ച് വിളിച്ചതായും അറിയിച്ചു പോകുന്നു. റൂത്ത് നല്ല പ്രായം ചെന്നൊരു സ്ത്രീയാണ് കേട്ടോ. കണ്ണൊന്നും ശരിക്കും കാണൂല. ഈ 2 പേരും വിളിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ നേരം തന്നെ ബുക്കിലേക്ക് തുറച്ചു നോക്കി ഇനി എന്താ അപ്ഡേറ്റ് എന്ന് അറിയാനായിട്ട്. പക്ഷേ പുള്ളിക്കാരി കുറേ നേരം നോക്കിയ ശേഷമാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഇനി അപ്ഡേറ്റ് ഒന്നുമില്ല, പേപ്പർ ബ്ലാങ്കാണ്. അടിപൊളി അസിസ്റ്റൻറ്റ്. എന്തായാലും ലോഫ്റ്റിസ് ആദ്യം ഷെരീഫിനെ വിളിക്കുന്നു. അപ്പോഴാണ് ഈ ഷെപ്പ് എന്ന മത്സ്യത്തൊഴിലാളിയുടെ കാണാതായ വിവരം ലോഫ്റ്റിസ് അറിയുന്നതും. ആ നിഗൂഢമായ മൂടൽ മഞ്ഞ് ഷെപ്പിനെ തട്ടിക്കൊണ്ടുപോയതാണെന്നാണ് നാട്ടുകാരുടെ സംസാരം. ഹാർബർ മാസ്റ്റർ ലോണി
നമ്മൾ തുടക്കത്തിൽ കണ്ടില്ലേ ഷെപ്പുമായി സംസാരിച്ചത്. പുള്ളി പറയുന്നത് ഈ സാഹചര്യത്തിൽ, അതായത് മൂടൽമഞ്ഞിങ്ങനെ വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് ഷെപ്പിന് തിരച്ചിലിന് തടസ്സമുണ്ട്, തുറമുഖത്തെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ, എന്നാൽ ലോഫ്റ്റിസ് ഇതിനെ എതിർക്കുന്നു. ഈ പ്രദേശത്ത് ഒരു വർഷത്തിലെ 360 ദിവസവും മൂടൽമഞ്ഞല്ലേ, ഇനി അതിൻ്റെ പേരിൽ കൂടി നഗരം സംഭവിപ്പിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ന്യൂയോർക്ക് ടൈംസിലെ റിപ്പോർട്ടർ ആർതറിനെ കൊണ്ടുവരേണ്ട ബോട്ട് ഇതിനോടൊപ്പം തന്നെ ജെട്ടിയിലെത്തിയത് ലോഫ്റ്റിസ് ശ്രദ്ധിക്കുന്നു. 11 മണിക്ക് ബോട്ട് എത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ നിശ്ചിത സമയത്തിന് മുന്നേ ബോട്ട് എത്തിയതുകൊണ്ട് അദ്ദേഹം പരിഭ്രാന്തനാകുന്നു. PR ആകാശിനെ പോലെ ഓടിച്ചെന്ന് ബോട്ട് ക്യാപ്റ്റനായ ലീയോട് അദ്ദേഹം ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ലീ പറയുന്നത് ആർതർ ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞു എന്നും ആഗഡി ഹിസ്റ്റോറിക്കൽ സൊസൈറ്റിയിലേക്ക്, ചരിത്ര മ്യൂസിയത്തിലേക്ക് പോയി എന്നുമാണ്. ഇത് കേട്ടതും ലോഫ്റ്റിസിന് പേടിയായി. അവിടുത്തെ ചരിത്രകാരിയായ ജെറി നഗരത്തിലെ മോശം വശങ്ങളെക്കുറിച്ചോ മറ്റോ ആർതറിനോട് പറഞ്ഞു കൊടുക്കുമോ എന്നതായിരുന്നു ആ പേടിക്ക് കാരണം. അദ്ദേഹം ഓടി ഹിസ്റ്റോറിക്കൽ സൊസൈറ്റിയിൽ എത്തുമ്പോൾ ജെറി ഇതിനോടൊപ്പം തന്നെ നഗരത്തിൻ്റെ ചരിത്രം വിവരിച്ചു തുടങ്ങിയിരുന്നു. ലോഫ്റ്റിസ് ഉടൻ തന്നെ ആ സംസാരത്തിൽ ഇടപെടുകയും നഗരത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പോസിറ്റീവായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പോസിറ്റീവായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇതിരി പെശക കഥകളൊക്കെ ദ്വീപിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഇവിടെ വെച്ച് നഗരത്തിൻ്റെ സ്ഥാപകനായ റിച്ചാർഡ് വാറനെക്കുറിച്ചും അവിടേക്ക് 43 അംഗ സംഘം പുറം ദേശത്തു നിന്നെത്തി സെറ്റിൽഡായതാണ്, അവർക്കൊന്നൊരു സാമ്രാജ്യം സൃഷ്ടിച്ചുകൊണ്ട്. തീർച്ചയായും അത് എളുപ്പമല്ലായിരുന്നു. വിഡോസ് ബേയുടെ ആദ്യത്തെ മേയറും ഈ റിച്ചാർഡ് വാറൻ ആയിരുന്നുവെന്ന് ആദറിനൊപ്പം നമ്മളും അറിയുമ്പോൾ ജെറി തൊട്ടപ്പുറത്തായി റിച്ചാർഡിൻ്റെ മന്ത്രവാദി വേട്ടകളെക്കുറിച്ചുള്ള ഒരു ഡിസ്പ്ലേ കാണിക്കുന്നു. മേയർ ഉടൻ തന്നെ ഇനി താൻ നോക്കിക്കൊള്ളാമെന്ന് ജെറിയെ പറഞ്ഞു വിടുന്നെങ്കിലും എന്താണ് ഈ വിച്ച് ട്രയൽസൊക്കെ? ഇതുകൂടാതെ 1700കളിൽ ഒരു പള്ളിയിൽ നടന്ന നരഭോജനത്തെക്കുറിച്ചും പരാമർശങ്ങളുണ്ടാവുന്നു. നരഭോജനത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതും ലോഫ്റ്റിസ് ആർതർ അവിടെ നിന്ന് വേഗം പുറത്തേക്കിറക്കുന്നു. ഇതെല്ലാം ഓരോ കെട്ടുകഥകളാണെന്നും ഇവിടെയുള്ള സമുദ്രസഞ്ചാരികൾക്ക് നന്നേ അന്ധവിശ്വാസങ്ങളുണ്ട്, സൂപ്പർസ്റ്റിഷ്യസ് ആണ്, അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമാക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നഗരത്തിലെ നല്ല മനോഹരമായ സ്ഥലങ്ങൾ മാത്രം അടയാളപ്പെടുത്തിയ ഒരു മാപ്പ് ആർതറിന് നൽകിയ ശേഷം വൈകുന്നേരം 7 മണിക്ക് സാൾട്ടി വെയിൽ റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞയക്കുന്നു. തിരികെ ഓഫീസിലേക്ക് എത്തിയ ലോഫ്റ്റിസ് തൻ്റെ അസിസ്റ്റന്റുമാരോട് ആർതറെ നിരീക്ഷിക്കാനും അവൻ നല്ല സ്ഥലങ്ങൾ സന്ദർശിക്കുന്നെന്ന് ഉറപ്പുവരുത്തണം, മോശം അനുഭവങ്ങൾ ഒന്നും ഉണ്ടാകാൻ പാടില്ലെന്നും ആവശ്യപ്പെടുന്നു. കാരണം ഓൾറെഡി ഇങ്ങോട്ടെത്തിച്ച ആ ബോട്ട് ഡ്രൈവറായ ലീ ഈ ദ്വീപിൽ മോശം കാര്യങ്ങൾ സംഭവിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നതായി ആർതർ മൊത്തമുള്ള സംസാരത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് മുന്നേ മേയറെ വിളിച്ചന്വേഷിച്ചെന്ന് പറഞ്ഞ ഷെരീഫിനെ കൂടാതെയുള്ള വിഗ് എന്ന പുള്ളി അവിടെ എത്തുകയും ദ്വീപ് ഉണരുകയാണ്. വേക്കിംഗ് അപ്പ്. ഷെപ്പിനെ മഞ്ഞ് കൊണ്ടുപോയതാണ്. അതുകൊണ്ട് 1940 ചെയ്ത പോലെ സൈറൺ മുഴക്കി നഗരത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെടുന്നു. എന്നാൽ വിക്കിൻ്റെ ഈ ഒരു ആവശ്യം ലോഫ്റ്റിസ് കർശനമായി തള്ളിക്കളയുകയാണ്. നഗരം ഇപ്പോൾ തന്നെ സാമ്പത്തികമായി തകർന്നു കിടക്കുകയാണെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ന്യൂയോർക്ക് ടൈംസ് ലേഖനം വഴി ലഭിക്കുന്ന ടൂറിസം വരുമാനം അത്യാവശ്യമാണെന്നും അദ്ദേഹം വാദിക്കുന്നു. എന്നാൽ ലോഫ്റ്റിസ് സൈറൺ മുഴക്കില്ലെങ്കിൽ താൻ തന്നെ ചെയ്യുമെന്ന് വിക് വെല്ലുവിളിക്കുന്നു. 1940 ഈ ദ്വീപിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുള്ളതായി മനസ്സിലാക്കാം. എന്നാൽ മേയറിന് അതിനിയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒന്നാണ്. ഈ സംഘർഷം നടക്കുമ്പോഴാണ് ലോഫ്റ്റിസിന് ഷെരീഫ് ബെച്ചറിൻ്റെ ഫോൺ കോൾ വരുന്നത്. ഇവിടെ വിക്കിനെയും കൂടുതലുള്ളവരെയും ശാന്തരാക്കാൻ വേണ്ടി ലോഫ്റ്റിസ് ഫോൺ എടുത്ത് സംസാരിച്ചിട്ട് ഒരു വലിയ കള്ളം പറയുന്നു. ഓഹോ, ഷെപ്പിനെ കണ്ടെത്തിയോ? നല്ല കാര്യമാണല്ലോ. ബാക്കി എൻ്റെ ഓഫീസിലേക്ക് പോയിട്ട് സംസാരിക്കാമെന്ന് ഫോൺ വെച്ചിട്ട് ഷെപ്പ് സുരക്ഷിതമാണെന്ന് ലോഫ്റ്റിസ് ഉറക്കെ വിളിച്ച് പറയുന്നു. ഇത് കേട്ട് വിക്ക് തൽക്കാലം അടങ്ങുന്നെങ്കിലും തുടർന്ന് തൻ്റെ മുറിയിലേക്ക് മാറുന്ന ഷെരീഫിനോട് സംസാരിക്കുമ്പോഴാണ് കാര്യങ്ങൾ എത്രത്തോളം വഷളാണെന്ന് ലോഫ്റ്റിസിന് മനസ്സിലാകുന്നത്. ഷെപ്പിനെയും ചൊപ്പിനെയും ഒന്നും ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഷെരീഫും സംഘവും ഇപ്പോൾ നഗരത്തിൽ രാത്രികാലങ്ങളിൽ കുഴപ്പമുണ്ടാക്കുന്ന ചെറുപ്പക്കാരെ നിയന്ത്രിക്കാനുള്ള പരിപാടിയിലായതുകൊണ്ട് ഒരു കാര്യം അറിയിക്കാൻ വിളിച്ചതാണ്. തലേരാത്രി ലോഫ്റ്റിസിൻ്റെ മകൻ ഇവാനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അവൻ്റെ പോക്കത്ര നല്ല വഴിയിലല്ല. ഇതറിഞ്ഞ അദ്ദേഹം ഉടൻ വീട്ടിലേക്ക് പോകാൻ പട്രീഷ്യയോട് പറഞ്ഞിറങ്ങുമ്പോഴാണ് ഒന്ന് നിർത്തി ചോദിക്കുന്നത്, ഷെപ്പിനെ കിട്ടിയെന്ന് പറഞ്ഞത് പച്ച കള്ളമല്ലേ? ലോഫ്റ്റിസ് അത് സമ്മതിക്കുന്നുണ്ടെങ്കിലും അയാളെ കാണാതതിന് പിന്നിൽ മഞ്ഞാണെന്നോ മറ്റുള്ള അന്ധവിശ്വാസങ്ങളിൽ താൻ വിശ്വസിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ ഈ നഗരത്തിലെ ആൾക്കാരുടെ വിശ്വാസങ്ങളെയും പേടിയും ഇത്ര നിസ്സാരമായി കാണുന്നതിൽ പട്രീഷ്യയ്ക്ക് അമർഷമുണ്ട്. അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അതിനൊരു കാരണമുണ്ട്. ഈ പട്രീഷ്യയ്ക്ക് പണ്ട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒറ്റയ്ക്ക് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് കൊച്ചു പിള്ളേരെ പേപ്പിടിയാക്കാൻ അമ്മൂമ്മ വരെ പറയുന്ന ആ കോക്കാച്ചി ബൂഗിമാൻ അവളെ വന്ന് പേടിപ്പിച്ചിട്ടുള്ളതായി ഒരു കഥ പറഞ്ഞിട്ടുണ്ട് മേയറിനോട്. ഇനിയും അങ്ങനെ സംഭവിക്കുമെന്നുള്ള അവരുടെ ആശങ്ക കണ്ട്, കോക്കാച്ചി പിടിക്കാൻ വന്നത് പിള്ളേരെയല്ലേ, നിനക്ക് 10-50 വയസ്സായല്ലേ എന്ന ലോഫ്റ്റിസിൻ്റെ പറച്ചിലായിട്ടാണ് ദേ ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. അങ്ങനെ മേയർ നേരെ വീട്ടിലെത്തുന്നതും ഇവാനകത്തുണ്ടെന്ന് മനസ്സിലായി. തലേരാത്രി കുലുക്കമുണ്ടായപ്പോൾ മുറിയിൽ പോയി നോക്കി കാണാതിൻ്റെ ദേഷ്യം അപ്പോൾ മുതലേ ഉണ്ട് പുള്ളിക്ക്. വീട്ടിനകത്തവനില്ല. നോക്കുമ്പോൾ പിന്നാമ്പുറത്തിരുന്ന് കഞ്ചാവ് വലിക്കുന്നു. അച്ഛൻ പൊക്കി. എന്നാൽ ഇവാൻ, അവനാരാ മോൻ? അച്ഛനെ കണ്ടതും, അച്ഛാ ഇതെന്തോ സാധനം, എന്തോന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഉടായ്പ്,
അപ്പം മോനെ വിളിച്ചകത്ത് കയറ്റി ഈ കണ്ടതും രാത്രികാല പരിപാടികളെക്കുറിച്ചും ചോദിക്കുന്നു. ഇവിടെ വെച്ചാണ് അവരുടെ കുടുംബത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇവാൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു പോയതാണ്. മറ്റൊരു കാര്യം, ഈ രണ്ടുപേരും ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോഴേ അവർ ഗർഭിണിയായിരുന്നു. ഇതിൽ കൂടി വ്യക്തമാക്കാം അല്ലേ? ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പ്രണയം തുടങ്ങുന്നത് എങ്ങനെയാണ്? രണ്ടുപേരും യാദൃശ്ചികമായി കണ്ടുമുട്ടുന്നു, പരസ്പരം കണ്ണുകൾ ഉടക്കുന്നു, പിന്നെ മെല്ലെ പ്രേമത്തിലോട്ട്. ഇവിടെ ഇയാളുടെ കാര്യത്തിൽ ആദ്യം കണ്ണല്ല, പെണ്ണിൻ്റെ അട്ടഹാസം കേട്ടാണ് തിരിഞ്ഞ് നോക്കിയത്. നോക്കിയപ്പോൾ ഭാഗ്യത്തിന് പെണ്ണ് കൊള്ളാമായിരുന്നു. അങ്ങനെ ടോമിൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. എന്നാൽ ലേഡിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഡേറ്റിങ്ങിൽ. എന്നാൽ കൂടെ 6 മാസം കൊണ്ട് കല്യാണവും കഴിഞ്ഞു. ടോമിൻ്റെ മനസ്സിൽ ലഡു പൊട്ടി ആ സമയത്തെ പെണ്ണിൻ്റെ വയറ്റിൽ മറ്റൊരു ലഡു ഉണ്ടായിരുന്നു. അതാണ് ഇവാൻ. അതറിഞ്ഞുകൊണ്ട് തന്നെ ടോം ഇറങ്ങി തിരിച്ചത്. ഇപ്പോൾ ഈ ദ്വീപിലും അച്ഛൻ്റെ കർക്കശമായ നിയന്ത്രണങ്ങളിലും ഇവാൻ ആകെ ശ്വാസം മുട്ടി കഴിയുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ ഇവാൻ ഈ ദ്വീപ് ഉപേക്ഷിച്ച് പോകുമോ എന്ന് ലോഫ്റ്റിസ് ഭയപ്പെടുന്നുണ്ട്. ഈ ആകുലതകളിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നഗരത്തിൽ ആ സൈറൺ മുഴങ്ങുന്നത്. വിക്ക് അടങ്ങിയിരുന്നില്ല. അയാൾ നേരെ പോയി സൈറൺ മുഴക്കി നഗരത്തെ പരിഭ്രാന്തിയിലാക്കുന്നു. ഇത് ആർതറിൻ്റെ ലേഖനത്തെ ബാധിക്കുമെന്ന് പേടിച്ച് ലോഫ്റ്റിസ് വേഗം സൈറൺ അടിക്കുന്ന ഹാർബർ മാസ്റ്റർ ലോണിയുടെ ഓഫീസിലേക്ക് ഓടുന്നു. ഈ അലാറം ഓഫ് ചെയ്യാൻ ലോഫ്റ്റിസ് വിക്കിനോട് ആജ്ഞാപിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനൊരു അധികാരവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ വിക്ക് വഴങ്ങുന്നില്ല. താൻ പറയുന്നൊന്നും കൂട്ടാക്കുന്നുമില്ല. ഷെപ്പിനെ കണ്ടുകിട്ടിയെന്ന് കളവും പറഞ്ഞു. ഇത് സഹിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ ഒടുവിൽ ലോഫ്റ്റിസ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. വിക്ക് സൈറൺ ഓഫ് ചെയ്താൽ ഈ മൂടൽമഞ്ഞിനെക്കുറിച്ചും ദ്വീപിൻ്റെ നിഗൂഢതയെക്കുറിച്ചും ആൾ പറയുന്ന കാര്യങ്ങൾ താൻ 5 മിനിറ്റ് കൂടെ തന്നെ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കാമെന്ന് ഉറപ്പ് നൽകുന്നു. അങ്ങനെ അവർ അടുത്തുള്ളൊരു ബാറിലിരുന്ന് സംസാരിക്കുകയാണ്. വിക്ക് പറയുന്നത് ഈ ദ്വീപ് ഉണരുകയാണെന്നാണ്. അതിൻ്റെ ഒരു സൈനാണ് ഈ കുലുക്കവുമൊക്കെ. മുമ്പ് 1846 നടന്ന ചില പേപ്പർ കട്ടിങ്സ് കാട്ടുന്നു. ആത്മാക്കളെ കവർന്ന മൂടൽമഞ്ഞ് എന്ന തലക്കെട്ടോടെ കൂടിയത്. വിക്ക് വിശദീകരിക്കുന്നത് ഇതിന് പ്രധാനമായും 4 ഘട്ടങ്ങളുണ്ടത്രേ. 1-ാം ഘട്ടം മനുഷ്യരുടെ കണ്ണുകൾ പൂർണ്ണമായും വെളുത്ത നിറമാകും. 2-ാം ഘട്ടം ആൾക്കാർക്ക് സമനില തെറ്റുകയും അവർ ഭ്രാന്തമായ അവസ്ഥയിലാവുകയും ചെയ്യും. 3-ാം ഘട്ടം ശാരീരികമായ തളർച്ചകൾ സംഭവിക്കും. പുരുഷന്മാർക്ക് ലൈംഗികശേഷി നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിക്ക് പറയുന്നുണ്ട്. 4-ാം ഘട്ടം മരിച്ചുപോയ നാവികർ സോംബികളെ പോലെ തിരിച്ചു വന്ന നഗരത്തെ ആക്രമിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിന് വിക്ക് ഒരു പഴയ കഥ പറയുന്നുണ്ട്. 1873 ഈ നഗരത്തിലെ അന്നത്തെ മേയർ ഒരു കപ്പൽ ക്യാപ്റ്റൻ്റെ ഭാര്യയുമായി പ്രണയത്തിലായിരുന്നു. അവളോടൊപ്പം ഇരിക്കാൻ വേണ്ടി മേയർ ലൈറ്റ് ഹൗസ് ഓഫ് ചെയ്തിടുകയും SS മേരി എന്ന അതുവഴി പോയ കപ്പൽ തകർന്ന് അതിലെ നാവികർ, അതും 62ഓളം പേർ മരിക്കാനിടയാവുകയും ചെയ്തു. അവരുടെ ബോഡി പോലും കിട്ടിയില്ല. ആ നാവികരുടെ ശാപമാണ് ഈ ദ്വീപ് അനുഭവിക്കുന്നത് എന്നാണ് വിക്കിൻ്റെ വാദം. ലോഫ്റ്റിസ് ഇതൊന്നും വിശ്വസിക്കുന്നില്ല. എല്ലാം മൂഢവിശ്വാസങ്ങളാണ്. നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടൗണിനെ എങ്ങനെയും ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം അന്ധവിശ്വാസങ്ങൾ പരത്തി നടക്കുന്നതിൽ ലോഫ്റ്റിസിന് കടുത്ത ആമർശമുണ്ട്. വിക്കിന് തന്നോട് വ്യക്തിപരമായ എന്തോ വിരോധമുണ്ടെന്ന് അദ്ദേഹം കരുതുന്നു. അങ്ങനെ സംസാരം വരുന്നതും ഇവിടെ വിക്ക് ഈ ലോഫ്റ്റിസിനെ കുട്ടിക്കാലത്ത് തന്നെ അളന്നിരുന്നതായി ഒരു ഓർമ്മ ചികഞ്ഞെടുക്കുവാണ്. ചെറുപ്പമായിരുന്നപ്പോൾ വിക്കിൻ്റെ വീട്ടിലെ കോളിംഗ് ബെല്ലടിച്ചിട്ട് ഇദ്ദേഹം ഓടുമായിരുന്നു. എന്നാൽ ലോഫ്റ്റിസ് എന്ന് യഥാർത്ഥത്തിൽ ബെല്ലടിച്ചിരുന്നില്ല. തൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി ബെല്ലടിച്ചു എന്ന് അഭിനയിക്കുക മാത്രമേ ചേരുന്നുള്ളൂ. ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ലോഫ്റ്റിസ് ഒരു ദുർബലനാണെന്നും കഠിനമായ തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പില്ലാത്തവനാണെന്നും സ്ഥാപിക്കാനാണ് വിക്ക് ശ്രമിക്കുന്നത്. വിക്കും ലോഫ്റ്റിസും തമ്മിലുള്ള തർക്കം മുറുകുന്നതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കാണാതായ ഷെപ്പ് ആ ബാറിലേക്ക് കടന്നു വരുന്നത്. വല്ലാതെ തളർന്ന ഷെപ്പ് അവിടെ കുഴഞ്ഞു വീഴുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. ഷെപ്പിന് നില മെച്ചപ്പെട്ടെന്നും പരിക്കുകൾ കാരണമുള്ള വേദന കുറയ്ക്കാൻ അദ്ദേഹത്തെ മയക്കിയിരിക്കുകയാണെന്നും ഡോക്ടർ പറയുകയാണ്. മറ്റുള്ളവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ലോഫ്റ്റിസ് ഷെപ്പിൻ്റെ മുറിയിൽ കയറി അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നു. അതിൽ പല കാര്യങ്ങളിലും പൊരുത്തക്കേടുകളുണ്ടായിരുന്നു. ഷെപ്പിൻ്റെ പ്രായം മുതൽ പല റിപ്പോർട്ടുകളിലും. ഇതിൽ നോക്കിയിരിക്കെ അവിടെ ഒരു ഭയാനക സംഭവം നടക്കുന്നു. പെട്ടെന്ന് ഷെപ്പിന് ചെറിയൊരു ബോധം വീണ് എന്തൊക്കെയോ പുലമ്പാൻ തുടങ്ങുന്നു. ലോഫ്റ്റിസ് അടുത്തിയെന്ന് കേൾക്കാൻ ശ്രമിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഷെപ്പ് കണ്ണുകൾ തുറക്കുമ്പോൾ അത് വിക്കിൻ്റെ പ്രവചനം പോലെ ആ കണ്ണുകൾ പൂർണ്ണമായും വെളുത്ത നിറത്തിലും. ഷെപ്പ് ലോഫ്റ്റിസിൻ്റെ കഴുത്തിന് പിടിച്ച് ശ്വാസം പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും വല്ലാത്തൊരു ഭീകരത ആ മുറിയിൽ നിറയുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഷെപ്പ് ശാന്തനാവുകയും അവശനായി വീഴുകയും ചെയ്യുന്നു. വൈകാതെ മെഡിക്കൽ സംഘം എത്തി പരിശോധിക്കുമ്പോഴേക്കും ആൾ മരിച്ചും കഴിഞ്ഞു. തീർച്ചയായിട്ടും മേർക്ക് ഇത്ര വലിയൊരു ഭീകരാനുഭവം ജീവിതത്തിലും ഉണ്ടായിട്ടില്ല. ആ ഒരു ഷോക്കും ട്രോമയും വിട്ടുമാറാതെയുള്ള ഒരു ഇരിപ്പുണ്ട്, ഭീകരം. ഷെപ്പിൻ്റെ ഈ മരണം ലോഫ്റ്റിസിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. അദ്ദേഹം തൻ്റെ ഓഫീസിലേക്ക് മടങ്ങുന്നുണ്ടെങ്കിലും മനസ്സ് ശാന്തമല്ല. കമ്പ്യൂട്ടറിൽ മൂടൽമഞ്ഞ് നോക്കി എന്താണ് ഇതിൻ്റെ അസ്വാഭാവികത എന്ന പോലെ ഇരുന്ന് അദ്ദേഹം ആകെ അസ്വസ്ഥനാകുന്നു. ഷെപ്പിൻ്റെ മരണകാരണം അറിയാൻ ഡോക്ടറെ വിളിക്കുന്നുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടം നാളെ നടത്തുള്ളൂ. കൃത്യമായ മറുപടി അപ്പോഴേ കിട്ടുകയുള്ളൂ. ഈ ഷെപ്പിന് എന്തോ പ്രശ്നമുള്ളതായി തോന്നിയെന്ന് സംസാരിച്ച് തുടങ്ങവെയാണ് പെട്ടെന്ന് പട്രീഷ്യ വന്ന് ആദരമായുള്ള അഭിമുഖത്തിന് സമയമായി ഓർപ്പിക്കുന്നത്.
അങ്ങനെ സാൾട്ടി വെയിൽ റെസ്റ്റോറൻറ്റിൽ വെച്ച് ലോഫ്റ്റിസ് ആർതറെ കാണുന്നു. മേയറാകട്ടെ ആളാകെ ആബ്സെൻറ്റ് മൈൻഡഡാണ്, മറ്റെവിടെയോ ശ്രദ്ധയുള്ളതുപോലെ. എന്താണ് ഷെപ്പിന് സംഭവിച്ചെന്ന ചിന്ത മാത്രമാണ് മനസ്സിൽ. ആർതർക്ക് ഈ നഗരം വല്ലാതെ ഇഷ്ടപ്പെട്ടെന്നും നല്ലൊരു റിപ്പോർട്ട് എഴുതാമെന്നും അദ്ദേഹം ലോഫ്റ്റിസിനോട് പറയുന്നു. ലോഫ്റ്റിസ് ഒന്നും സമ്മാനിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആർതർ ഒരു വിചിത്രമായ ചോദ്യം ചോദിക്കുന്നത്. ഈ ദ്വീപിൽ ജനിച്ചവർക്ക് മെയിൻ ലാൻഡിലേക്ക്, പുറംകരയിലേക്ക് പോകാൻ കഴിയില്ലെന്നും പോയാൽ ഉടനെ മരിക്കുമെന്നൊരു സംസാരമുണ്ടല്ലോ, അത് സത്യമാണോ? പകല് നാട്ടുകാരുമായി സംസാരിച്ചതിൽ നിന്ന് ലഭിച്ച വിവരമാണ്. അങ്ങനെ പോയിട്ടുള്ള ചിലർ ദിവസങ്ങൾക്കുള്ളിൽ സ്ട്രോക്കും അറ്റാക്കും ഒക്കെ വന്ന് മരിച്ചതാണ് പറയുന്നത്. ലോഫ്റ്റിസ് ആകട്ടെ അത് ചിരിച്ചു തള്ളാൻ ശ്രമിക്കുന്നു. താൻ ഇവിടെയാണ് വളർന്നതെന്നും താൻ കരയിൽ പോയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ആർതർ വിടുന്നില്ല. അതിൻ്റെ റീസൺ ലോഫ്റ്റിസ് ഇവിടെ ജനിച്ച ആളാണോ? അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ മകൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഇവാൻ ഇവിടെ ജനിച്ചതാണ്, അപ്പോൾ അവനൊരിക്കലും ഈ ദ്വീപ് വിട്ടുപോകാൻ കഴിയില്ലെന്നുമാണ് ആർതർ പറയുന്നത്. അതായത് ഈ ദ്വീപിൽ ജനിച്ചവർക്ക് പുറം നാട്ടിൽ പോയാൽ ജീവിക്കാൻ കഴിയില്ല എന്ന വിശ്വാസം. നഗരവാസികൾ ലോഫ്റ്റിസിനെ ഒരു പുറം നാട്ടുകാരനെ കാണുന്നതിൻ്റെ കാരണവും ഇതാകാം. അങ്ങനെയിരിക്കെ ജനാലയിലൂടെ നോക്കുമ്പോൾ മൂടൽമഞ്ഞ് അങ്ങനെ പരവുകയാണ്. ഇതുവരെ തോന്നിയിട്ടുള്ളാത്ത പേടിയാണ് ലോഫ്റ്റിസിന് ഇപ്പോൾ മൂടൽമഞ്ഞ് കാണുമ്പോൾ. ഈ നേരം ഇവാൻ പുറത്താണോ എന്നറിയാൻ നേരെ പോയി അദ്ദേഹം വീടിൻ്റെ ലാൻഡ് ലൈനിലേക്ക് വിളിക്കുന്നു. ഓഫ് കോഴ്സ് ഐലൻഡാണ്, മൊബൈൽ ഫോണൊന്നുമില്ല, ഒള്ളി ലാൻഡ് ലൈൻ ഏരിയയാണ്. പിന്നെ റേഡിയോസും. ഫോൺ റിങ് ചെയ്യുന്നതും വീണ്ടും വൈദ്യുതി തടസ്സപ്പെടുന്ന അവസ്ഥ. റെസ്റ്റോറൻറ്റിലെ കുറച്ച് പേരൊക്കെ ഇതോടെ ഇറങ്ങി പോകാൻ തുനിയുന്നതും ലോഫ്റ്റിസ് വല്ലാതെ പേടിച്ച് റെസ്റ്റോറൻറ്റിലെ ആൾക്കാരോട് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞങ്ങനെ നിർത്തിക്കാൻ ശ്രമിക്കുകയാണ്. ക്ലൈമറ്റ് ശരിയല്ല, ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റില്ല, നമുക്കെന്തെങ്കിലും മിണ്ണിയും പറഞ്ഞും ഒരുമിച്ചിരിക്കാം എന്നൊക്കെ ഡാവ് ഇറക്കുന്നതിലും അവർ പലരും നിൽക്കാൻ തയ്യാറല്ല. ഒടുവിൽ സഹികെട്ട് ആക്രോശിക്കുന്നു. പോകരുത്, ഈ മൂടൽമഞ്ഞിന് എന്തോ പ്രശ്നമുണ്ട്. ഈ ഒരു ടൈമിങ്ങിൽ തന്നെ കറണ്ട് വരികയും ചെയ്യുന്നു. എന്നാൽ പുറത്തെ അവസ്ഥയാകട്ടെ മൂടൽമഞ്ഞിപ്പോൾ കുറഞ്ഞു വരുവാണ്. അവരെല്ലാം ലോഫ്റ്റിസിൻ്റെ ഈ പെരുമാറ്റത്തിൽ വണ്ടടിച്ച് പോകുമ്പോൾ ഇനി ഇതെല്ലാം തൻ്റെ തോന്നലാണോ എന്നായി പിന്നെ അദ്ദേഹത്തിൻ്റെ സംശയം. വൈകാതെ ആർതറും ഇത്തരം അന്ധവിശ്വാസങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലേ എന്ന് പരിഹസിച്ചുകൊണ്ട് പോകുന്നു. റെസ്റ്റോറൻറ്റിൽ ആളൊഴിഞ്ഞ് അടയ്ക്കാൻ സമയമാകുമ്പോഴും ലോഫ്റ്റിസ് അവിടെ തന്നെ ഷോക്ക് വിട്ടുമാറാതെ അങ്ങനെ ഇരിക്കുകയാണ്. കടയുടമ പുള്ളിയോടായി അടയ്ക്കാൻ പോവുക, ഇതെല്ലാം ഒന്ന് പൂട്ടി സഹായിക്കുമെന്ന് പറഞ്ഞ് താക്കോലും കൊടുത്തങ്ങനെ ലോഫ്റ്റിസ് വാഷ്റൂമിലേക്ക് പോയി കണ്ണാടിയിൽ നോക്കി ആ മൂടൽമഞ്ഞിന് തീർച്ചയായും എന്തോ പ്രശ്നമുണ്ട് എന്ന് സ്വയം പറയുമ്പോൾ നമ്മൾ ഒരു നിഗൂഢമായ കാഴ്ച കാണുവാണ്. ആ കെട്ടിടത്തിൻ്റെ അടിയിലുള്ള ബേസ്മെൻറ്റും കഴിഞ്ഞുള്ള സെല്ലറിലേക്ക് അടിവാരത്തിലേക്കൊന്ന് നോക്കിയാൽ അവിടെയായി ഒരു ഇലക്ട്രിക് ചെയർ ഇരിക്കുന്നു. വൈദ്യുതി ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കുന്ന കസേര. അതിനു മുന്നിലായി ഒരു വലിയ ഇരുമ്പ് വാതിലും. ഇത് പല ചോദ്യങ്ങൾ ഉയർത്തുന്നു. എന്തിനാണ് ഇവിടെ ഒരു ഇലക്ട്രിക് ചെയർ ഉള്ളത്? ഇനി ഈ ദ്വീപ് യഥാർത്ഥത്തിൽ ഷട്ടർ ഐലൻഡ് പോലെ ഒരു മാനസികാരോഗ്യ ആശുപത്രിയാണോ? അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്ക് മനോരോഗം പിടിപെടുന്നുണ്ടോ? ആർതർ യഥാർത്ഥത്തിൽ ഒരു റിപ്പോർട്ടർ തന്നെയാണോ? ദ്വീപിനെക്കുറിച്ച് വിക്കിന് മാത്രമാണോ ശരിയായ ബോധമുള്ളത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വരും എപ്പിസോഡുകൾ മാത്രമേ ലഭിക്കൂ. മേയർ ടോം ലോഫ്റ്റിസ് ഒരു നല്ല ഭരണാധികാരിയാകാൻ ശ്രമിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ചുറ്റുമുള്ള സാഹചര്യം വളരെ മോശവും. വിഡോസ് ബേ എന്ന ഈ ദ്വീപ് സാമ്പത്തികമായി വളരെയധികം പിന്നോക്കമാണ്. റോഡുകൾ തകർന്നു കിടക്കുന്നു, വൈദ്യുതി വിതരണം താറുമാറാണ്. തൻ്റെ നഗരത്തെ എങ്ങനെയും രക്ഷിച്ചെടുക്കണമെന്ന വാശിയിലാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടർ ആർതറുടെ വരവിനെ അദ്ദേഹം ഇത്രയധികം ഗൗരവമായി കാണുന്നത്. ആർതർ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് എഴുതിയാൽ അത് നഗരത്തിൻ്റെ ടൂറിസം സാധ്യതകളെ എന്നേക്കുമായി ഇല്ലാതാക്കും. എന്നാൽ ഇപ്പോൾ നോക്കിയാൽ സംഭവിക്കുന്നതോ നാടിനൊട്ടും സുഖകരമല്ലാത്ത കാര്യങ്ങളും. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയൂ. നമുക്കതനുസരിച്ച് പുതിയ ആടാർ കാഴ്ചകൾ ക്രിയേറ്റ് ചെയ്യാം. സോ ദ്വീപിലേക്ക് നമ്മൾ വീണ്ടും വരും വരെ ഒരു ചിന്ന ബ്രേക്ക്. സീ യു ലവ്ലീസ്, ടേക്ക് കെയർ.